നമസ്കാരം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്റർ ഞാൻ എടുത്തു കഴിഞ്ഞു. അത് പ്ലേലിസ്റ്റിൽ പോകാമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് സർക്കിൾ അഥവാ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സർക്കിൾ അഥവാ വൃത്തങ്ങൾ. എന്താണ് ഒരു സർക്കിൾ? എന്താണ്? നോക്ക്, ഞാൻ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണ്. മലയാളം മീഡിയത്തിന് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ബിന്ദു അടയാളപ്പെടുത്തി. അതിൽ നിന്നും 2 സെന്റിമീറ്റർ അകലത്തിൽ മാറി ഞാനൊരു പോയിന്റ് അടയാളപ്പെടുത്തി. ഇതിൽ നിന്നും 2 സെന്റിമീറ്റർ മാറ്റി ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. പിന്നെയും ഇതിൽ നിന്നും തന്നെ 2 സെന്റിമീറ്റർ മാറ്റി കുറെ പോയിന്റുകൾ ഞാൻ അടയാളപ്പെടുത്തി 2 സെന്റിമീറ്റർ അകലത്തില്. അപ്പൊ ഈ തുല്യ അകലല്ലേ എല്ലാം 2 സെന്റിമീറ്റർ മുതൽ എടുത്തിരിക്കുന്നത്. എല്ലാ ബിന്ദുക്കളും 2 സെന്റിമീറ്റർ അകലത്തിലാണ് എടുത്തിരിക്കുന്നത്. ആ കിട്ടിയ പോയിന്റുകളെല്ലാം കൂടെ യോജിപ്പിക്കുമ്പോൾ ഈ തുല്യ അകലത്തിൽ എടുത്ത പോയിന്റുകളെല്ലാം കൂടെ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഷേപ്പിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ഒരു പോയിന്റിനെ ആസ്പദമാക്കി തുല്യ അകലത്തിൽ എടുക്കുന്ന പോയിന്റുകൾ എല്ലാം കൂടി യോജിപ്പിച്ച് വരയ്ക്കുന്ന ഷേപ്പാണ് സർക്കിൾ. ഇനി സർക്കിൾ അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. നോക്കിക്കേ, ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ആ സർക്കിളിനൊരു നടുക്കൊരു പോയിന്റ് കാണും അല്ലേ? ആ പോയിന്റിനെ വിളിക്കുന്നതാണ് സെന്റർ അഥവാ കേന്ദ്രം. എന്താണ് ഈ പോയിന്റിനെ എന്താണ് വിളിക്കുന്നത്? സെന്റർ. അല്ലെങ്കിൽ മലയാളം മീഡിയത്തിനാണെങ്കിൽ എന്താണ് പറയുന്നത്? കേന്ദ്രം. സർക്കിളിന്റെ സെന്റർ ആണ് അത്. ഈ സെന്ററിൽ നിന്നും നമ്മൾ തുല്യ അകലത്തിലല്ലേ, ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മൾ എത്ര എടുത്തത്? 2 സെന്റിമീറ്റർ അകലത്തിലാണ് പോയിന്റുകൾ യോജിപ്പിച്ചത്. അപ്പൊ ഈ സെന്ററിൽ നിന്നും ഇവിടെ വരയ്ക്കാം. ഈ സെന്ററിൽ നിന്നും വൃത്തത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആ ലൈനെ വിളിക്കുന്ന പേരാണ് റേഡിയസ്. എന്താണ്? റേഡിയസ്. മലയാളം മീഡിയത്തിന് പറയുകയാണെങ്കിൽ ആരം. മനസ്സിലായോ? എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലുള്ള ഏതെങ്കിലും പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആ ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം. നോക്കിക്കേ, ഇപ്പൊ ഇവിടെ ഒരു സർക്കിൾ വരച്ചു. ഞാൻ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. അതിന് ഞാൻ AO, ഈ സർക്കിളിന്റെ സെന്ററിനെ O എന്ന് പേര് കൊടുത്തു. ഇതൊരു റേഡിയസ് അല്ലേ? കാരണം എന്താ? സെന്ററിൽ നിന്നും സർക്കിളിലെ ഇതെല്ലാം സർക്കിളിലെ പോയിന്റിലാണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇത് പോയിന്റാണ്, ഇത് പോയിന്റാണ്. ഈ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളെല്ലാം കൂടെ യോജിപ്പിച്ചാണ് സർക്കിൾ വരയ്ക്കുന്നത്. നോക്കിക്കേ, സെന്റർ. ഈ സെന്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇതും റേഡിയസ് ആണ്. മനസ്സിലായോ? അപ്പോൾ സെന്റർ എന്താണെന്ന് മനസ്സിലായി. സർക്കിളിന്റെ നടുഭാഗത്ത് കാണുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ. ആ സെന്ററിൽ നിന്നും വൃത്തത്തിലെ ഒരു പോയിന്റിലേക്ക് യോജിപ്പിക്കുന്ന ലൈനാണ് റേഡിയസ്. അടുത്ത ഒരു നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ടേമാണ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചു, സെന്റർ, ഈ റേഡിയസ് വരച്ചു. ഇതിപ്പോ ഞാൻ ഇവിടെ A എന്ന് കൊടുത്തു, ഇത് O എന്ന് കൊടുത്തു. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സെന്ററിൽ കൂടി കടന്നു പോകുന്ന, ഇത് കണ്ടോ, ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് A, ഇവിടുത്തെ പോയിന്റ് B. സർക്കിളിലെ 2 പോയിന്റ്സ് എടുത്ത്, ഏതൊക്കെയാണ്? Aയും Bയും. അതിൽ Aയിൽ നിന്നും സെന്റർ വരെ വരയ്ക്കുന്നെങ്കിൽ അതിനെ റേഡിയസ് എന്ന് പറയും. പക്ഷേ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സെന്ററിലൂടെ ബിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ, അതായത് സെന്ററിൽ കൂടി 2 പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഡയമീറ്റർ. മലയാളം മീഡിയത്തിന് പറയുകയാണെങ്കിൽ വ്യാസം എന്ന് പറയും. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം
മനസ്സിലായോ? അതായത് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സർക്കിൾ, സെന്റർ. ഞാൻ ഇവിടെ 2 പോയിന്റ്സ് എടുക്കുകയാണ്, എയും ബിയും. എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും രണ്ടെടുത്തു. ഈ 2 പോയിന്റ് സെന്ററിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു ടേമാണ് കോഡ് എന്താണെന്ന്, അല്ലെങ്കിൽ ഞാൻ. എന്താണ് കോഡ്? മലയാളം എഴുത്തിന് പറയുകയാണെങ്കിൽ ഞാൻ. എന്താണ് കോഡ്? നോക്കിക്കേ, ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ ഞാൻ 2 പോയിന്റ്സ് അടയാളപ്പെടുത്തുവാണ്, എയും ബിയും. സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക, എ ബി. ഈ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. കണ്ടോ? അപ്പോൾ സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുത്ത് അവ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഞാൻ കുറെ എക്സാമ്പിൾസ് കാണിക്കാം. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. കണ്ടോ? ഇതൊരു കോഡാണ്. കാരണം എന്താ? സർക്കിളിനകത്ത് വരുന്ന 2 പോയിന്റ്സ് ആണ്. സർക്കിളിനകത്ത് നല്ല സർക്കിളിൽ ആ വരയിൽ തന്നെ മുട്ടണം. കണ്ടോ? സർക്കിളിലെ 2 പോയിന്റ്സ് ആണ് എയും ബിയും. ആ 2 പോയിന്റ്സ് തമ്മിൽ വരയ്ക്കുന്ന ആ ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, നമ്മളിവിടെ ഡയമീറ്റർ പറഞ്ഞു അല്ലേ? ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു? സർക്കിളിലെ 2 പോയിന്റ്സ് സെന്ററിലൂടെ കടന്നു പോകുമ്പോൾ അതിനെയാണ് ഡയമീറ്റർ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് കോഡല്ലേന്ന്? ആണ്. കാരണം എന്താ? കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിലെ 2 പോയിന്റ്സ് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കോഡ്. ഈ ഡയമീറ്ററിലും എന്താണ്? സർക്കിളിൽ 2 പോയിന്റ്സ് അല്ലേ, എയും ബിയും. അത് തമ്മിൽ യോജിപ്പിച്ചു. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണ്? അത് സെന്ററിലൂടെ കടന്നു പോകുന്നു. ഇപ്പൊ ഈ ഒരു പടം തന്നെ നോക്കിക്കേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, സെന്ററിൽ കൂടി കടന്നു പോകുന്നു. ഇതൊരു കോഡാണ്, ഇതൊരു കോഡാണ്, ഇതൊരു കോഡാണ്. അല്ലെങ്കിൽ നോക്ക്, ഇതൊരു കോഡാണ്, ഇതൊരു കോഡാണ്, ഇതൊരു കോഡ് അല്ലെങ്കിൽ ഞാനാണ്. കാരണം എന്താ? 2 പോയിന്റ്സ് തമ്മിൽ യോജിപ്പിച്ചതാണ് അല്ലെ? ഇവിടെയും 2 പോയിന്റ്സ് തമ്മിൽ യോജിപ്പിച്ചാണ്. പക്ഷെ സെന്ററിൽ കൂടെ കടന്നു പോകുമ്പോഴും അതും ഒരു കോഡ് തന്നെയാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ കോഡ്, ഏറ്റവും നീളത്തിൽ വരയ്ക്കാൻ പറ്റുന്ന കോഡ് എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ ആയിരിക്കും. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നതും ഒരു കോഡാണ്. ആ വൃത്തത്തിലെ ഏറ്റവും നീളം കൂടിയ കോഡ് എന്ന് പറയാം. ഇനി അടുത്തൊരു ടേമാണ് കോഡ്, അല്ലെങ്കിൽ മലയാളം മീഡിയത്തിനാണെങ്കിൽ ഞാൻ എന്ന് പറയും. അടുത്തൊരു ടേമാണ് ആർക്ക്. ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ തന്നെ നമുക്ക് കാണാം, ഒരു സർക്കിൾ വരച്ചു, സെന്റർ വരച്ചു, ഞാൻ ഇവിടെ ഒരു കോഡ് വരയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു ഞാൻ വരയ്ക്കുന്നു. എന്നുവെച്ചാൽ എന്താണ്? ആ സർക്കിളിലെ 2 പോയിന്റ്സുകൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്നതാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്നുണ്ടോ? ആർച്ച് ആ ഒരു രീതിയിൽ വരുന്നുണ്ടോ? ഇവിടെ ഒരു ഷേപ്പ് കിട്ടുന്നുണ്ട് അല്ലെ? ചെറിയൊരു ആർച്ച് പോലുണ്ട്. ഇവിടെയും ഒരു ഇത് കിട്ടുന്നുണ്ട് അല്ലെ? വലിയൊരെണ്ണം. അതായത് ഈ 2 പോയിന്റ്, ഇത് എ ഇത് ബി എന്നെടുക്ക്. അപ്പൊ ഈ എക്കും ബിക്കും താഴെ ചെറിയൊരു ആർച്ച് പോലുണ്ട്, ഈ എക്കും ബിക്കും മേളിലും വലിയൊരു ആർച്ച് പോലുണ്ട്. ഈ ഒരു ഷേപ്പിനെ വിളിക്കുന്നത് ഇങ്ങനെ റാ പോലെ വരുന്നു. കണ്ടോ? അതായത് ഒരു ഞാനിന് താഴെയായിട്ട് ചെറിയൊരു ആർച്ച് പോലെ വരുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ആർക്ക്. നോക്കിക്കേ, ആർക്ക്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എ ബിയുടെ മേളിലും വലിയൊരു ആർക്കല്ലേ വന്നിരിക്കുന്നത്? അതും ആർക്കാണ്. പക്ഷേ നമ്മൾ ഈ ഞാനിന് അല്ലെങ്കിൽ ഈ കോഡിന് താഴെയുള്ള ഈ ചെറുതിനെ നമുക്ക് മൈനർ ആർക്ക് എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മുകളിലുള്ള വലിയ ആർക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? മേജർ ആർക്ക്. എന്താണ്? മേജർ ആർക്ക്. ഇതോ മൈനർ ആർക്ക്. ഓക്കെ, അപ്പൊ ടേംസ് എല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഇതൊക്കെ അറിയാമെങ്കിലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഈ വാക്കുകൾ, ഈ ടേംസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. സെന്റർ എന്താണെന്ന് മനസ്സിലായില്ല. ഒരു സർക്കിളിന്റെ നടുഭാഗത്ത് കാണുന്ന പോയിന്റിനെയാണ് സെന്റർ. ആ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് റേഡിയസ്. ഇനി സർക്കിളിലെ രണ്ട് പോയിന്റ്സ് തമ്മിൽ യോജിപ്പിക്കുന്നു, പക്ഷെ അത് പോകുന്നത് സെന്ററിൽ കൂടെ ആണെങ്കിൽ അതിനെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് വിളിക്കുന്നു. കോഡ് അല്ലെങ്കിൽ ഞാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡയമീറ്ററും ഒരു കോഡാണ്. സർക്കിളിലെ ഏറ്റവും നീളം കൂടിയ, അങ്ങനെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വരാം അല്ലേ. സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് ഏതാണ്? എന്നിട്ട് ഓപ്ഷൻസ് തരാം, ഡയമീറ്റർ, റേഡിയസ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ തരാം. നോക്കിക്കേ, അപ്പം കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിലെ രണ്ട് പോയിന്റ്സ് എടുത്ത് അവ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് കോഡ് അല്ലേ. നോക്കിക്കേ, ഇതും ഒരു കോഡല്ലേ, ഇതൊരു കോഡല്ലേ കേട്ടോ. ഇതോ എന്താണ്? ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് എന്താണ്? എല്ലാം സർക്കിളിലെ രണ്ട് പോയിന്റ്സ് തമ്മിൽ യോജിപ്പിച്ചാണ് അല്ലേ. സർക്കിളിലെ രണ്ട് പോയിന്റ്സ് തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനാണ്. അതുകൊണ്ട് അതിനെ കോഡ് അല്ലെങ്കിൽ ഞാണെന്ന് വിളിക്കുന്നു. ഇനി ആർക്ക്, മൈനർ ആർക്ക്, മേജർ ആർക്ക് എന്താണ്? സർക്കിളിലെ രണ്ട് പോയിന്റ്സ് തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്നതിനെ കോഡ് എന്ന് വിളിക്കുന്നു. ആ കോഡുമായിട്ട് വരുന്ന ആർച്ച് ഷേപ്പിലുള്ള ഇതിനെ വിളിക്കുന്ന പേരാണ് മൈനർ ആർക്ക്. അതിന്റെ മുകളിലുള്ള വലിയ ആ ഒരു ആർക്ക് ഷേപ്പിനെ, ആർച്ച് ഷേപ്പിനെ വിളിക്കുന്നതാണ് മേജർ ആർക്ക്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം.